വെൽക്കം ടു സൈലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. അപ്പൊ എല്ലാ മക്കളും അടിപൊളിയായി സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. മഴക്കാലമാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ യാതൊരുവിധ അപകടങ്ങളിലും ചെന്ന് പെടാതിരിക്കുക കേട്ടോ, നല്ല മക്കളായിട്ട് ഇരിക്കുക. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന പരീക്ഷകളിലൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ചില ചോദ്യങ്ങളുമായിട്ടാണ്. അപ്പൊ ഏറ്റവും ആദ്യത്തെ ചോദ്യം നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നിന്ന് തന്നെയുള്ളതാണ്. നിങ്ങൾക്ക് ഇതാ ഇവിടെ ഒരു ചോദ്യം കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു ചോദ്യത്തില് എന്താണ് നമ്മൾ ആ ഒരു പേര് കൊടുത്തിരിക്കുന്നത്? പദക്കേളി എന്ന് വെച്ചാൽ എന്താണ്? സദ്യയിലെ ഇനങ്ങൾ കണ്ടെത്തി എഴുതൂ. ഇതാണ് നമ്മുടെ ചോദ്യം. അതായത് നിങ്ങൾക്ക് ഇവിടെ കുറേ ഡോട്ടുകൾ കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ, കുറേ വട്ടങ്ങൾ കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ. അതിൽ ചില വട്ടങ്ങൾക്ക് കളർ കൊടുത്തിട്ടുണ്ട്, ചില വട്ടങ്ങൾക്ക് കളർ കൊടുത്തിട്ടില്ല. ഈ കളർ കൊടുക്കാത്ത വട്ടങ്ങളിൽ അനുയോജ്യമായ പദങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ സദ്യയിൽ കാണുന്ന ആഹാര സാധനങ്ങളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് മാറ്റി എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഇവിടെ ഇതാ ഴം എന്ന് പറയുന്ന ഒരു അക്ഷരം കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും ഈ ഴം എന്ന് പറയുന്ന വാക്കിൽ അല്ലെങ്കിൽ എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന സദ്യയിൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐറ്റം ഏതായിരിക്കും? യെസ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതാണ്? പഴം. ഓക്കെ, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്കൊന്ന് കണ്ടുപിടിക്കണം. ഇവിടെ എന്താ എഴുതേണ്ട വരും? രസം അല്ലെ, രസം എന്ന് നമുക്ക് ഇവിടെ എഴുതാം. അതുപോലെ തന്നെ ഇവിടെ എന്താ എഴുതാം? യാ എഴുതിയാൽ ഇത് പായസം എന്ന് നമുക്ക് കൂട്ടി വായിക്കാം. ഇനി അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇതാ ചോറ്. യെസ്, ചോറെന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ ഒരു ഡി എഴുതുവാണെങ്കിൽ ഇതെന്തായി? പച്ചടിയായി അല്ലെ. ഇനി നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ഇതാ ലാ എഴുതുവാണെങ്കിൽ ഇതാ ഓലനുണ്ട്, പിന്നെ ഇതാ പ്രഥമൻ. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സദ്യയിലെ പല ഐറ്റംസുമാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു ചോദ്യമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒറ്റ നോട്ടത്തിൽ എന്തെല്ലാം ഐറ്റംസ് ആണ് സദ്യയിലുള്ളത് എന്നൊന്ന് നമുക്ക് നോക്കാം അല്ലെ. ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ ഓണസദ്യ തന്നെയാണ് കാണാനായിട്ട് പറ്റുന്നത്. കുറേ ഐറ്റംസ് ഉണ്ട് അല്ലെ. ഓലനുണ്ട്, കിച്ചടി, പച്ചടി, എരിശ്ശേരി, അതുപോലെ തന്നെ തോരൻ, അവിയൽ, കാളൻ, പാലട പായസം, പരിപ്പ് പായസം, പിന്നെ രസം, സാമ്പാർ, ചോറ്, പപ്പടം, പരിപ്പ് എന്നും പറഞ്ഞിട്ട് കുറേ ഐറ്റംസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നു. ഇതൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കാട്ടോ. ഇവരുടെ പേരുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഫെമിലിയർ ആവുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇതും നമ്മുടെ പാഠഭാഗത്തു നിന്നുള്ളൊരു ചോദ്യമാണ്. ചിത്രം നോക്കൂ, കാക്ക പ്രഥമൻ ഉണ്ടാക്കിയ കഥ പറയൂ, എഴുതും. നമ്മുടെ ഒരു കാക്കച്ചേട്ടനെ കാണാനായിട്ട് പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ കാക്കച്ചേട്ടത്തിനെ കാണാൻ പറ്റുന്നുണ്ട്. ആരാണേലും നമുക്കൊരു കുഴപ്പമില്ല, ഒരു കാക്കയാണ്. അപ്പൊ ആ കാക്ക എന്തുണ്ടാക്കുവാണ്? പായസം ഉണ്ടാക്കുവാണ്. അപ്പൊ പായസം ഉണ്ടാക്കിയ കഥ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? യെസ്, നമുക്കൊന്ന് നോക്കാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ. കാക്ക പായസം വെച്ച കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരിക്കൽ കാക്കച്ചി മരക്കൊമ്പിൽ ഇരിക്കുകയായിരുന്നു. നല്ല വിശപ്പാണ്, എന്തെങ്കിലും കഴിക്കണം. അവൾ ചുറ്റുപാടും കണ്ണോടിച്ചു. അതാ ദൂരെ ഒരു വീട് കാണാം. കാക്കച്ചി പറന്ന് വീടിനടുത്തെത്തി. നല്ല മണമാണല്ലോ. എന്തിന്റെ മണമാണ്? കാക്കച്ചി ജനാലയിലൂടെ അകത്തേക്ക് നോക്കി. അമ്മ പായസം ഉണ്ടാക്കുകയാണ്. കാക്കച്ചിക്കും ഒരു മോഹം, എന്നാൽ ഒരു പായസം ഉണ്ടാക്കി കളയാം. കേശുക്കുറുക്കന്റെ കടയിൽ ചെന്ന് പായസത്തിനുള്ള സാധനങ്ങൾ വാങ്ങി. ഇലഞ്ഞി മരത്തിന്റെ താഴെ അവൾ ഒരു വലിയ അടുപ്പൊരുക്കി. അതിനുശേഷം വലിയ ചെമ്പ് വെച്ച് പായസം ഉണ്ടാക്കി അവളുടെ കൂട്ടുകാരെയൊക്കെ ക്ഷണിച്ചു. അവരെല്ലാം എത്തി. ഒരുമിച്ചിരുന്ന് എല്ലാവരും പായസം കഴിച്ചു. ഹായ്, എന്ത് സ്വാദ്! സുന്ദരി തത്ത പറഞ്ഞു അല്ലെ. ഇത് നമുക്ക് എന്നെ നീട്ടി നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പൊ കാക്ക പായസം ഉണ്ടാക്കിയ കഥ നിങ്ങൾ എഴുതിയാൽ ഇതുപോലെ എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം കേട്ടോ. അപ്പൊ എല്ലാ മക്കൾക്കും ആൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.